SNDP യോഗം ഇന്ന് അകപ്പെട്ടിരിക്കുന്ന ദുരന്തം എത്ര ഭീകരമാണ് എന്ന് വിവരിക്കുവാനോ വർണ്ണിക്കുവാനോ വരച്ചു കാട്ടുവാനോ പര്യാപ്തമല്ലാത്ത തരത്തിൽ അത്ര ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ വന്നുഭവിച്ചിരിക്കുന്നത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സംവിധാനങ്ങൾ താലൂക്ക് യൂണിയനുകളാണ്. ഇന്ന് താലൂക്ക് SNDP യൂണിയനുകൾ റേഞ്ച് അടിസ്ഥാനത്തിൽ ഷാപ്പുകൾ ലേലം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലേലം ചെയ്ത് വിൽക്കുന്നു. ആ ലേലം ചെയ്ത് വിൽക്കുമ്പോൾ കിട്ടുന്ന പണമാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ജട്ടി ഉൾപ്പെടെ ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും ഈ സമുദായം വാങ്ങി തന്നതാണെന്ന്. ആരാണ് കൊടുത്തത്? എനിക്കൊരു സ്ഥാനം വേണമെന്ന് അങ്ങ് നെടുമങ്ങാടുള്ള ഒരാൾ എന്ന് പറഞ്ഞപ്പോ 10 പവന്റെ മാല എനിക്കും 10 പവന്റെ മാല എന്റെ പ്രിയതമയ്ക്കും തന്നാൽ നീ സെക്രട്ടറി. ആ കിട്ടിയ മാലയാണ് ശരീരത്തിട്ടിരിക്കുന്നത്. മോതിരം ഏതെങ്കിലും ശാഖയുടെ പ്രസിഡന്റ് ആവണമെങ്കിൽ മോതിരം കൊടുക്കണം. തിരുവല്ലയിൽ ഒരു യോഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഇൻസ്പെക്ടിംഗ് ഓഫീസർ എന്നാ തോന്നുന്നത്, 36 എണ്ണം ഉണ്ട്. എന്തിനാ ഇതിന്റെ പദവി നമുക്കറിയില്ല. ആ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ആകുവാൻ വെള്ളാപ്പള്ളി നടേശന് കൊടുത്ത കൈക്കൂലി 101 ലോഡ് പാറ. ഈ 101 ലോഡ് പാറ എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങ് വണ്ടാനത്തെ വെള്ളാപ്പള്ളി നടേശന്റെ മരുമകളുടെ പേരിൽ പണി കഴിപ്പിക്കുന്ന ബാറിന്റെ ആവശ്യത്തിന് 101 ലോഡ് പാറ. 3 ലക്ഷം രൂപ. യൂണിയന് ഒരു കാറ്, 32 ഏത്തക്കൊല. കാര്യം അതെങ്ങനെ ചോദിച്ചാ നിനക്ക് എന്താണ് ജോലി? എനിക്ക് കൃഷിയുണ്ടെന്ന് പറഞ്ഞു. എന്നാ കുറച്ച് ഏത്തക്കൊല കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇന്നത്തെ SNDP യൂണിയന്റെ സ്ഥിതി. ഞാൻ ഈ കൊല്ലത്തുനിന്ന് തുടങ്ങിയാൽ ചാത്തന്നൂർ SNDP യൂണിയൻ, ചാത്തന്നൂർ SNDP യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ ഗോപകുമാറിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ശ്രീ ഗോപകുമാർ വളരെ ഗുരുതരമായ ഒരു അഴിമതി SNDP യൂണിയനിൽ നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ ആ രാഷ്ട്രീയ കക്ഷിയിലുള്ളവരൊക്കെ ഈ വേദിയിലുണ്ട്. ഗോപകുമാറിന്റെ രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ ഈ വേദിയിലുണ്ട്. അവർ പറയും ചാത്തന്നൂരിന്റെ നഗര ഹൃദയത്തിൽ മുൻകാല നേതാക്കന്മാർ സമ്പാദിച്ച ഒരു സ്വത്തുണ്ടായിരുന്നു, അവിടുത്തെ യൂണിയന്റെ കെട്ടിടവും സ്ഥലവും. അത് ഹൈവേക്ക് എടുത്തപ്പോ അതിൽ നിന്ന് കിട്ടിയ 2 കോടിയിൽ പരം രൂപ അതുപയോഗിച്ച് ചാത്തന്നൂരിന്റെ ഓണംകേറാമൂലയിൽ ഏതാണ്ട് ഒരു ശ്മശാനത്തിന്റെ അടുത്ത്, ചാത്തന്നൂർ ജംഗ്ഷനിൽ നിന്നും 5 കിലോമീറ്റർ ദൂരത്ത് അവിടുത്തെ ഒരു ശ്മശാനത്തിന്റെ അടുത്ത് കേവലം 50,000-60,000 രൂപ സെന്റിന് വിലയുള്ളപ്പോൾ 3,40,000 രൂപ വില വെച്ച് അവിടെ ഒരു സെന്റിന് 3,40,000 വില കാണിച്ച് അവിടെ കൊടിയ അഴിമതി നടത്തിയിരിക്കുന്നു. ആ വസ്തു വാങ്ങിയതിൽ മാത്രം 25 ലക്ഷം രൂപയുടെ അഴിമതി വീരനാണ് ചാത്തന്നൂർ SNDP യൂണിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ഗോപകുമാർ. ഞാൻ എല്ലാം ദൂരത്തേക്ക് പോകുന്നില്ല, ഞാൻ ഓരോ യൂണിയൻ പറഞ്ഞു വരാം. കൊല്ലം SNDP യൂണിയൻ മഹാനായ ശങ്കറിന്റെ ഞങ്ങളൊക്കെ ആദരിക്കുന്ന, ഞങ്ങളൊക്കെ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തും സമ്പത്തും നൽകിയ മഹാനായ ആർ ശങ്കറിന്റെ പുത്രൻ പ്രസിഡന്റായ SNDP യൂണിയൻ 2 ആംബുലൻസ് വാങ്ങി ശങ്കേഴ്സിന് കൊടുക്കാൻ. ഇവിടെയാണ് ഇന്ന് ശങ്കേഴ്സിന് കൊടുത്ത ആംബുലൻസ്. എവിടെ ആംബുലൻസ് ആർക്ക് കൊടുത്തു? എത്ര രൂപയ്ക്ക് കൊടുത്തു? അങ്ങനെ കൊല്ലം യൂണിയനിലും അഴിമതി രഹിതം പറയാൻ പറ്റില്ല. അവിടെയും അഴിമതി നടക്കുന്നു. തൊട്ടടുത്ത് കരുനാഗപ്പള്ളി SNDP യൂണിയൻ ഒരു വർഷക്കാലം 5 കോടി രൂപ വെള്ളാപ്പള്ളി നടേശന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കണം. കാരണം കേരളത്തിലെ യൂണിയനുകളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള യൂണിയനാണ് കരുനാഗപ്പള്ളി SNDP യൂണിയൻ. ആ യൂണിയനിൽ ഓരോ വർഷവും 5 കോടി രൂപ വെള്ളാപ്പള്ളി നടേശന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ച് അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരാളാണ് അവിടുത്തെ യൂണിയന്റെ ഭാരവാഹി. അദ്ദേഹം കരുനാഗപ്പള്ളിയിലെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്.
അവിടെ കരുനാഗപ്പള്ളിയിലെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം. ഉത്തരവ് കൊടുക്കും അവിടുത്തെ പോലീസ് ഓഫീസർക്ക് കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചവറയിൽ അരിനല്ലൂരിൽ ഒരു ശാഖായോഗത്തിന്റെ അവിടെ ഞങ്ങളുടെ പ്രചരണ ബോർഡ് വെച്ചപ്പോ കുറെ അധികം പോലീസ് ഓഫീസർമാർ വന്നിരിക്കുക. അത് മാറ്റണം. അന്വേഷിച്ചപ്പോ അദ്ദേഹം അദ്ദേഹത്തിന് പിന്നെ അന്വേഷിച്ചപ്പോ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് മോളിൽ നിന്ന് വിളി വരിക. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കായംകുളത്തേക്ക് പോയാൽ കായംകുളത്തിന്റെ യൂണിയൻ ഓഫീസിൽ നിന്ന് അവിടെ എന്ന് ചോദിച്ചാൽ അവിടെ ഹോട്ടൽ നടത്തുന്നു. കായംകുളത്തെ യൂണിയൻ ഓഫീസ് 25 വർഷക്കാലത്തേക്ക് ഹോട്ടൽ നടത്താൻ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ അവിടെ ജിമ്മ് ഉണ്ടെന്ന് പറയുന്നു. അതിന്റെ മുകളില് ജിംനേഷ്യം. കായംകുളം SNDP യൂണിയന്റെ ആസ്ഥാനത്ത് നടക്കുന്ന സംഭവം ഞാൻ ഈ പറയുന്നേ. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്ന് ചേർത്തല വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം സ്ഥലം രാജീവ് സാറ് വിട്ടുപോയി എന്ന് തോന്നുന്നു. 5 കോടി രൂപ മൈക്രോ ഫിനാൻസിന്റെ കിട്ടി. 5 കോടി രൂപ അർബൻ ബാങ്കിൽ വെച്ചിട്ട് ആ അർബൻ ബാങ്കിൽ നടന്ന തട്ടിപ്പാണ്. ഏറ്റവും ഗുരുതരമായ തട്ടിപ്പ് നടന്നപ്പോൾ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ യൂണിയൻ സെക്രട്ടറി ബാബു ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടന്നു വന്നപ്പോ 1-ാം പ്രതി വെള്ളാപ്പള്ളി നടേശന്റെ പുത്രൻ ഇന്ന് കോട്ടയത്ത് മത്സരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി. അന്നത്തെ സ്ഥിരനായ പോലീസ് ഓഫീസർ പറഞ്ഞു, നിങ്ങളാണ് 1-ാം പ്രതിയിൽ. കാരണം ഈ 5 കോടി രൂപയും ചെക്കറ്റ് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത് നിങ്ങളും കൺവീനറായ KK മഹേശനുമാണ്. അവസാനം ആ പോലീസ് ഓഫീസറെ മാറ്റി ഒരു പപ്പറ്റിനെ അവിടെ കൊണ്ടുവച്ച് അവിടെ KK മഹേശൻ, മരിച്ചുപോയ KK മഹേശനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ആ ചേർത്തലയിൽ നിന്നും നിങ്ങൾ അങ്ങ് കോട്ടയത്തേക്ക് ഞാൻ കൂടുതൽ വിവരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കോട്ടയത്തേക്ക് പോയാൽ ഇന്ന് കോട്ടയത്ത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രിയപ്പെട്ട പുത്രനോട് മത്സരിക്കുകയാണ്. കോട്ടയത്ത് നടക്കുന്ന സംഭവം 65 കോടി രൂപ കോട്ടയം SNDP യൂണിയൻ കടത്തിലായിരിക്കുന്നു. 65 കോടി രൂപയുടെ കടം. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം യൂണിയന്റെ പക്കലുണ്ടായിരുന്ന 25 ഏക്കർ സ്ഥലം കുമരകത്തത് 10 ലക്ഷം രൂപ സെന്റിന് വില കിട്ടുമായിരുന്നു. 25 ഏക്കർ സ്ഥലത്തിൽ നിന്നും 10 ഏക്കർ സ്ഥലം വിൽക്കുന്നു. ആദ്യം വിൽപ്പനയ്ക്ക് കരാറുണ്ടാക്കുന്നു. ഈ കരാറുമായി അനുവാദത്തിന് വേണ്ടി SNDP ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് അവിടുത്തെ സെക്രട്ടറി ആയിരിക്കുന്ന തങ്കപ്പൻ, പ്രിയപ്പെട്ട തങ്കപ്പൻ പൊന്നപ്പനായി ചെല്ലുന്നു. അപ്പൊ അവിടെ ചെന്നവൻ പറഞ്ഞു, എടാ മോനെ, നീ തങ്കപ്പനായിരുന്നാ പോരാ, നീ പൊന്നപ്പനാകണം. നീ പൊന്നപ്പനാകണമെങ്കിലോ ഈ കരാർ മാറണം. അതെന്താ സാറേ കരാർ മാറുന്നത്? എടാ, കരാറുണ്ടാക്കിയാൽ എനിക്കെന്ത് കിട്ടും? ആർക്ക്? വെള്ളാപ്പള്ളി നടേശന് എന്ത് കിട്ടുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അവസാനം കരാർ മാറി. വെള്ളാപ്പള്ളി നടേശന്റെ കമ്മീഷൻ നിശ്ചയിച്ചു. ആ കമ്മീഷൻ നിശ്ചയിച്ചിട്ടാണ് ആ 10 ഏക്കർ സ്ഥലം വിൽക്കുന്നത്. ആർജവത്തോടു കൂടിയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആ 10 ഏക്കർ സ്ഥലം വിറ്റ് അവിടെ നിന്നും കോളേജ് പണിഞ്ഞു യൂണിയന്റെ പേരിൽ. ബാക്കി വന്ന 6 കോടി രൂപ വെച്ചപ്പോ അന്നത്തെ അവിടുത്തെ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന ബാബു സാർ പറഞ്ഞു, നമുക്ക് ക്രിയാത്മകമായി എന്തെങ്കിലും തുടങ്ങാം. ഉടനെ തങ്കപ്പനും പൊന്നപ്പന്മാരും എല്ലാം കൂടി പറഞ്ഞു, വേണ്ട, നമുക്കൊരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാം. അപ്പൊ അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. ശ്രീ ബാബു സാർ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ 25 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കാലെടുത്ത് വയ്ക്കാവൂ എന്ന് വിദഗ്ധോപദേശം അദ്ദേഹത്തിന്. അവസാനം 6 കോടി രൂപ കൊണ്ട് നടത്തുവാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് വന്നിരുന്നുകൊണ്ട് കോട്ടയത്ത് യൂണിയന്റെ മീറ്റിംഗ് വിളിച്ചു. ആ യൂണിയൻ മീറ്റിംഗിൽ ബാബു സാർ എതിർത്തപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, നിങ്ങൾ എന്തിനു മാത്രം എതിർക്കുന്നു, അത് നടത്തിക്കൊട്, ഞാൻ സമ്മതിക്കാം. അവസാനം വെള്ളാപ്പള്ളി നടേശന്റെ പ്രേരണയാൽ അവിടെ വസ്തു വാങ്ങിക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ 15 ഏക്കർ വസ്തു വാങ്ങുന്നത്. ആ വസ്തു വാങ്ങിക്കുമ്പോൾ 15 ഏക്കർ വസ്തു വാങ്ങിക്കുമ്പോൾ സെന്റിന് 10,000 രൂപ വെച്ചാണ് അഴിമതി നടത്തിയത്. സെന്റിന് 10,000 രൂപ വെച്ചുള്ള അഴിമതി നടത്തി. അവിടെ നിന്ന് തുടങ്ങുന്നു കോട്ടയം യൂണിയന്റെ അധപ്പതനം.
6 കോടി രൂപയ്ക്ക് അവിടെ തുടങ്ങിയ അഴിമതി ആദ്യകാലങ്ങളിൽ അത് ലാഭത്തിലേക്ക് വന്ന ആ എഞ്ചിനീയറിംഗ് കോളേജ്, ആ കോളേജിന്റെ അടുത്ത് ഈ തങ്കപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു പുഷ്പൻ ഉണ്ടായിരുന്നു, പുഷ്പാംഗതൻ. അങ്ങനെ നമ്മുടെ സാംബശിവൻ സാറിന്റെ ഭാഷയിലൊക്കെ ആണെങ്കിൽ അതോട് വിവരിച്ചു പുഷ്പാംഗതൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ. അങ്ങനെ അദ്ദേഹത്തിന്റെ ചില സന്തത സഹചാരിയായ പുഷ്പാംഗതനുമായി സന്ധി ചെയ്ത് പുഷ്പാംഗതന്റെ ഒരു 1.5 ഏക്കർ സ്ഥലം അവിടെ ആ എഞ്ചിനീയറിംഗ് കോളേജിനടുത്തുണ്ടായിരുന്നു. അത് വിൽക്കില്ല, വിൽപ്പനയ്ക്ക് പറ്റില്ല, വഴിയില്ല, ഒന്നുമില്ല. അങ്ങനെ 20 ലക്ഷം രൂപയ്ക്ക് അത് ജപ്തിയായി ലേലത്തിലേക്ക് വരുന്നു. ആ ലേലത്തിലേക്ക് വന്നപ്പോ ആ ലേലം ഒഴിവാക്കുവാൻ ആ യൂണിയൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ തീരുമാനം എടുത്തുകൊണ്ട് 75 ലക്ഷം രൂപയ്ക്ക് അത് വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു. മൊത്തം വില 50. 25 ആരുടെ പോക്കറ്റിൽ പോയി? വെള്ളാപ്പള്ളിയുടെയും ഈ തങ്കപ്പന്റെയും പോക്കറ്റിൽ പോയി. അവിടെ ആ എഞ്ചിനീയറിംഗ് കോളേജ് അതിനുശേഷം നഷ്ടത്തിലേക്ക് പോയപ്പോ അവിടെ പാവപ്പെട്ട സ്ത്രീകളെ കൊണ്ട് അവരുടെ ഒപ്പ് വാങ്ങി, അവരുടെ ഐഡന്റിറ്റി കാർഡുകൾ വാങ്ങി, ആധാർ കാർഡുകൾ വാങ്ങി ബാങ്കുകളിൽ കൊടുത്ത് അവിടെ നിന്ന് മൈക്രോ ഫിനാൻസ് വാങ്ങുന്നു. 5 കോടിയോളം രൂപ മൈക്രോ ഫിനാൻസ് വാങ്ങി. ആ മൈക്രോ ഫിനാൻസ് കുറെ പേർക്ക് കുറച്ച് എടുത്ത തുകയുടെ പകുതി അവർ കൊടുത്തു, പകുതി അവരുടെ ആവശ്യത്തിനെടുത്തു. ആ പകുതി തുക പോലും അവർ തിരിച്ചടച്ചു. ആ തിരിച്ചടച്ച തുക അവിടുത്തെ യൂണിയൻ ഓഫീസിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ട് ആ അക്കൗണ്ടിൽ നിന്നാണ് ബാങ്കിലേക്ക് പോകുന്നത്. അതിന് പകരം ആ യൂണിയനിൽ ഒരു SP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ആ SP അക്കൗണ്ടിൽ നിന്നും അവർ തന്നെ അത് വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നു. കുറെ പൈസ അവിടുത്തെ അധ്യാപകർക്ക്, അനധ്യാപകർക്ക് ശമ്പളമായി നൽകുന്നു. വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുമ്പോ അവിടുത്തെ ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിൽ നിന്നും 2 കോടി രൂപ വീണ്ടും വായ്പ എടുക്കുന്നു, കൈവായ്പ വട്ടിപ്പലിശയ്ക്ക് എടുക്കുന്നു. എല്ലാം കൂടി വന്നപ്പോ ഇന്ന് 64 ലക്ഷം രൂപ ജപ്തിയിൽ, 66 കോടി രൂപ, 66 കോടി രൂപയുടെ ജപ്തിയിൽ കോട്ടയം SNDP യൂണിയൻ എത്തിയിരിക്കുന്നു. ഞാൻ ഓരോ യൂണിയൻ കാത്തുനിന്ന് തുടങ്ങിയതാ. അങ്ങോട്ട് പോയാൽ വളരെ വിചിത്രമാണ്. അവസാനം ആ തട്ടിപ്പിലും തട്ടിപ്പ് നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ, തട്ടിപ്പിലും തട്ടിപ്പ് നടത്തുന്നവൻ ആരായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ ഒരാളിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? തട്ടിപ്പിൽ തട്ടിപ്പ് നടത്തുക. അതായത് തന്റെ തട്ടിപ്പിനാൽ നഷ്ടപ്പെട്ടു പോയ കോട്ടയം യൂണിയന്റെ എഞ്ചിനീയറിംഗ് കോളേജ് വീണ്ടും തട്ടിപ്പ് നടത്തുവാൻ ഏതാണ്ട് 50 കോടി രൂപ ആസ്തിയും മൂലധനവുമുള്ള, അത് ഇന്ന് കൊടുത്താൽ 50 കോടിയിൽ പരം രൂപ കിട്ടുന്ന ആ എഞ്ചിനീയറിംഗ് കോളേജ് കേവലം 15 കോടി രൂപയ്ക്ക് വെള്ളാപ്പള്ളി നടേശന്റെയും അവിടുത്തെ പൊന്നപ്പൻ, ആ തങ്കപ്പൻ, അങ്ങനെ തങ്കപ്പനൂടെ ചേർന്ന് അത് 15 കോടി രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിക്കും. അങ്ങനെ തങ്കപ്പൻ അത് വിൽക്കാൻ തീരുമാനിക്കുമ്പോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കോളേജ് പണിഞ്ഞ കാലത്തെ ഒരു കഥ ഇന്നലെ രാത്രി എന്നെ ഒരാൾ വിളിച്ചു. അവിടെ കോളേജ് പണിഞ്ഞ് തീർന്നു. അവിടെ ഇലക്ട്രിക് വർക്ക് നടക്കണം. ഇലക്ട്രിക് വർക്ക് നടത്താൻ അദ്ദേഹത്തിന്റെ ശേഷക്കാരൻ ബന്ധു ഡൽഹിയിലുണ്ട്. അങ്ങനെ ഡൽഹിയിലുള്ള ബന്ധുവിനെ വിളിച്ചു പറഞ്ഞു, മോനെ ഈ ഇവിടെ കുറച്ച് സാധനങ്ങൾ, ഇലക്ട്രിക് സാധനം വേണം. അങ്ങനെ ഇലക്ട്രിക് സാധനങ്ങൾ ഡൽഹിയിൽ നിന്ന് വാങ്ങാൻ 50 ലക്ഷം രൂപ കോളേജിന്റെ ഫണ്ടിൽ നിന്ന് വായിച്ചു കൊടുക്കുന്നു. കോളേജിന്റെ ഫണ്ടിൽ നിന്നും കൊടുത്ത 50 ലക്ഷം രൂപ അവിടെ കൊടുത്ത് അവിടുത്തെ ഇലക്ട്രിക് സാധനം വാങ്ങി കോട്ടയത്ത് വരുമ്പോ കോട്ടയത്ത് അത് ഇറങ്ങുന്നത് കോളേജിലല്ല, അവിടെ ഒരു ഷോപ്പിലേക്കാണ് പോയത്. കാരണം തങ്കപ്പൻ അവിടെ വീണ്ടും ഒരു ഷോറൂം തുടങ്ങി, ഇലക്ട്രിക് ഷോറൂം. നോക്കണേ, തട്ടിപ്പിന്റെ ഉസ്താക്കന്മാരുടെ കാര്യം. അവിടെ ഒരു ഷോറൂം തുടങ്ങിയിട്ട് ആ ഷോറൂമിലേക്ക് ഈ സാധനം വന്നു. ആരുടെ പൈസ? ട്രസ്റ്റിന്റെ പൈസ, കോളേജിന്റെ പൈസ. ആ പണം കൊടുത്തു വാങ്ങിയ ഈ ഇലക്ട്രിക് സാധനങ്ങൾ അവിടെ ഒരു ഷോറൂം തുടങ്ങി. ആ ഷോറൂമിന്റെ മറവിൽ ബില്ലുകൾ ഉണ്ടാക്കി. ആ
ആ ബില്ലിൻ പ്രകാരം കോളേജിന് കൊടുക്കുന്നു. ആ കോളേജിന് കൊടുക്കുമ്പോ ആ കോളേജിന്റെ ട്രഷററായിരുന്ന രാധാകൃഷ്ണൻ സാറിന് മനസ്സിലായി ഇത് അപകടമാണ്. അദ്ദേഹം കൂടി ഒപ്പിട്ടാണ് അവിടെ പണം നടത്തത്. അദ്ദേഹം പറഞ്ഞു, പൊന്നപ്പ, തങ്കപ്പ, താൻ എന്താണ് ഈ കാണിക്കുന്നത്? കോളേജിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഇലക്ട്രിക് സാധനങ്ങൾ എങ്ങനെ എന്റെ കടയിലെത്തി? അവിടെ നിന്നും ബില്ലിട്ട് വരുന്നാൽ എങ്ങനെ അടക്കം? ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ, അദ്ദേഹം ചില കോൺട്രാക്ടർ, അദ്ദേഹം ജോസ് ഇലക്ട്രിക്കൽസിൽ പോയി എറണാകുളത്ത്. അവിടെ പോയി അതിനെ ബില്ലിട്ടു. അവിടെ ബില്ലിട്ടപ്പോ 30% ജോസ് ഇലക്ട്രിക്കൽസിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 30% കൂടുതലാണ് ഈ ലാഭത്തിന് പോയ അവിടെ കിട്ടിയത്. തട്ടിപ്പിന്റെ ഓരോ രംഗം. അവസാനം 6 സെന്റും ഒരു പൊടിപ്പ് മില്ലും ഉണ്ടായിരുന്ന തങ്കപ്പൻ 2 ഫ്ലാറ്റും 2 വീടും 6 കാറും തമിഴ്നാട്ടിൽ 150 ഏക്കർ സ്ഥലവും കോടിക്കണക്കിന് രൂപയുടെ ഡെപ്പോസിറ്റുമായി മാറി. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തുഷാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തങ്കപ്പനെ മെച്ചിക്കൊണ്ട് തുഷാർ പറഞ്ഞു, തങ്കപ്പൻ ഞങ്ങളുടെ പൊന്നപ്പനാണെന്ന് പറഞ്ഞു. അവിടുത്തെ ശാഹക്കാരോട് എഴുന്നേറ്റ് ചൂലുമായി എഴുന്നേറ്റ് അടി കൊടുക്കുമെന്ന് പറഞ്ഞു. അടി കൊള്ളുമെന്ന് പറഞ്ഞു. BJP തോളിൽ കൈയിട്ടിരിക്കുന്ന നടേശനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ നടേശനോടൊപ്പം അന്തിയുറങ്ങുന്ന നിങ്ങളുടെ ഭാരവാഹികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബോൺസായി മാറും. സുഹൃത്തുക്കളെ, BJP കേരളത്തിൽ പച്ച തൊടില്ല. നിങ്ങൾ കേരളത്തിൽ ജയിക്കണമെങ്കിൽ, കേരളത്തിൽ 4 സീറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആയുധം കഴിഞ്ഞ ദിവസം പുറത്തെടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്ക് രഹസ്യമായി കിട്ടിയ ഒരു വിവരം, ED-യിൽ നിന്നും 2 ഉദ്യോഗസ്ഥന്മാർ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ ഒരാഴ്ചക്ക് മുമ്പെത്തി. അവർ പോകാൻ കാരണം ഞങ്ങൾ കൊടുത്ത ഒരു പരാതിയാണ്. 2 വർഷം മുമ്പ് സാനു മാസ്റ്ററുടെ നേതൃത്വത്തിൽ ധർണ നടത്തിക്കൊണ്ട് ഞങ്ങൾ ED-ക്ക് കൊടുത്ത ഒരു പരാതിയുടെ കോപ്പിയുമായിട്ടാണ് ED വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തിയത്. എന്തായാലും ED ചെന്നതിന് ശേഷം ഇന്നലെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെയും മറ്റ് നേതാക്കന്മാരെയും വിളിച്ച്, എന്റെ പൊന്നെ രക്ഷിക്കണം, ഞങ്ങൾക്കകത്ത് പോകാൻ വയ്യ, ഞങ്ങൾ അതുകൊണ്ട് ഈ BDS-ന് വേണ്ടി ഞങ്ങളൊന്ന് ഇറങ്ങും, നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കേഴുന്ന അവസ്ഥയിലാണ് പ്രീതി നടേശൻ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രന്റെ മീറ്റിംഗിന് പോവുകയും മോദിയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യും. ഞാൻ വെള്ളാപ്പള്ളി നടേശനോട് ഒന്നൊന്നായി ചോദിക്കുന്ന 4-5 ചോദ്യങ്ങളുണ്ട്. ഈഴവ സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? SNDP യോഗം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ തന്റെ നാവ് ചലിച്ചിട്ടുണ്ടോ? EWS എന്ന് പറയുന്ന കിരാത നിയമം വന്നപ്പോ ഇവിടുത്തെ പരമേശ്വരൻ സാറിന്റെ കുട്ടി 15 മാർക്ക് വാങ്ങി 170 മാർക്ക് വാങ്ങിയാൽ അഡ്മിഷൻ കിട്ടില്ല എങ്കിലും ശങ്കരപ്പിള്ളയുടെ മകൻ 100 മാർക്ക് വാങ്ങിയാൽ അഡ്മിഷൻ കിട്ടുന്ന EWS എന്ന കിരാത നിയമം നടപ്പിലാക്കിയപ്പോ നിന്റെ നാവ് എവിടെ പോയി നടേശ? നിന്റെ നാവ് എവിടെ പോയി? ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാനാണ് നിന്നെ ആ കസേരയിൽ ഞങ്ങൾ ഇരുത്തിയതെങ്കിൽ നീ പറയണം. ആ നടേശൻ സുപ്രീം കോടതിയിൽ സംവരണ കേസ് നടന്നപ്പോ ആ സംവരണ കേസിൽ നിന്നും പിന്മാറി അങ്ങ് ചങ്ങനാശ്ശേരിയിൽ സുകുമാരൻ നായരുടെ അവിടെ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് പുളിശ്ശേരിയും അടിച്ച് അവിടുത്തെ യുവാക്കന്മാരോട് പറഞ്ഞത്, നായർ ഈഴവ ഭായി ഭായി, നായർ ഈഴവ ഭായി ഭായി, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കാതെ കേരളത്തിലെ എല്ലാവരും ഒന്നായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ അവകാശം, ഞാനും ശങ്കരപ്പിള്ളയും തിരുമേനിയും ഒക്കെ ഒരു മനുഷ്യനാണെന്നും എന്റെ അവകാശങ്ങളാണ് നിങ്ങൾക്കുള്ള അവകാശം, നിങ്ങൾക്കുള്ള അവകാശമാണ് നമ്പൂതിരിക്കുള്ളതെന്നും അംഗീകരിക്കുന്ന കാലമുണ്ടാകുന്നതിനാണ്, സമത്വമായ മുന്നേറ്റത്തിനാണ് ഇവിടെ സംവരണം ഭരണഘടനാപരമായി നടപ്പിലാക്കുന്നത്. ആ സംവരണം ഭരണഘടനാപരമായി നടപ്പിലാക്കേണ്ട ബാധ്യതയുള്ള ഗവൺമെന്റുകൾ
ആ സംവരണത്തെ അട്ടിമറിക്കുമ്പോൾ അതിനെതിരെ ചെറുവിരലനക്കുവാൻ തയ്യാറാകാത്ത വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ ഈ പ്രസ്ഥാനത്തിൽ നിന്നും കുറ്റിച്ചൂലിനടിച്ച് ചാണകമൊക്കെ കുറ്റിച്ചൂലിനടിച്ച് പുറത്താക്കുന്ന കാലം വിദൂരമല്ല. ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ സമരം ഈ കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ ഐക്യത്തിനും ശക്തിക്കും വേണ്ടി ആ ശക്തി ഞങ്ങൾ വീണ്ടും ആർജിക്കും. ഈ കഴിഞ്ഞ 10-25 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രമെടുത്ത് നോക്കിയാൽ 2 സുപ്രധാന കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പുകളിൽ ഈഴവ വികാരം ഉണ്ടായത്. ഈഴവ വികാരം ഉണർന്നു വന്ന 2 സുപ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒന്ന്, KR ഗൗരി കേരളത്തിലെ അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോ ഗൗരി അമ്മയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിയല്ലേ? ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ മുദ്രാവാക്യം എന്താ? കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി വാഴിയിടും. ആ മുദ്രാവാക്യം അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അലയടിച്ചപ്പോ കേരളത്തിലെ ഈഴവരുടെ ചോര തിളച്ചു. അവന്റെ വോട്ടൊരു പെട്ടിയിൽ വീണു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് അധികാരത്തിൽ വന്നു. പക്ഷെ അതിന്റെ നമ്പൂതിരി ഉണ്ടല്ലോ, EMS, അവിടെ പാലം വലിച്ചു. വേറെ കഥ. അതിനുശേഷം രണ്ടാമത് ആ വികാരം ആളിക്കത്തിയത് 2016-ൽ. 2016-ൽ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മത്സരരംഗത്തെ കടന്നു വന്നു. പിണറായിയുമുണ്ട്. അന്ന് പിണറായിയും VS അച്യുതാനന്ദനും 2 മേഖലകളിൽ നിന്നും ജാഥ നയിച്ചു. മുദ്രാവാക്യം ഒന്ന്, ഈ കള്ളൻ നടേശനെ ഞങ്ങൾ കൽപ്പുറങ്കിലടയ്ക്കും. ഈഴവർക്ക് കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ നീ തട്ടിയെടുത്തു, നീ കള്ളനാണ് എന്ന് കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെ ഈ 2 നേതാക്കന്മാരും വലിയ ഉച്ചത്തിൽ പ്രസംഗിച്ച് ഈ സമുദായത്തിന്റെ വികാരത്തെ ആളിക്കത്തിച്ചു. അതിന്റെ ഫലമായി 2016-ൽ പിണറായി കേരളത്തിൽ അധികാരത്തിൽ വന്നു. പിന്നീട് നമ്മൾ കണ്ട കാഴ്ച വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പുളിശ്ശേരി വിളിക്കുന്നതാണ് പിണറായി. ഈ ഇരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJP-ക്കാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്. പക്ഷേ ഞങ്ങളുടെ വികാരം ഒന്നാണ്. ആ വികാരത്തെ തട്ടി ഉണർത്തും. കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ഈഴവ വികാരത്തെ തട്ടി ഉണർത്തിയാൽ ഒലിച്ചു പോകുവാനേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ മോഹം എന്ന് നിങ്ങൾ പറയുന്നു. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവരും. ആ രംഗത്തേക്ക് പ്രസ്ഥാനത്തെ കൊണ്ടുവരുവാനുള്ള ചടുലമായ നീക്കങ്ങളാണ് ഈ വോളണ്ടിയർമാർ നടത്തുന്നത്. ഇത് 100 ഓരോ ആളുകളും ഓരോ ലക്ഷ്യമാണ്. കാരണം അവന്റെ പൈസ ഇവിടെ വന്ന ശങ്കരപിള്ളയോ അല്ല ശങ്കരനോ പത്മാവതിയോ നമ്മുടെ കൃഷ്ണമ്മ ചേച്ചിയോ ഒക്കെ വന്നെങ്കിൽ അവരുടെയൊക്കെ പണം, അവരുടെ വണ്ടിക്കാശ്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതും അവരുടേത്. അല്ലാതെ ഇവിടെ ബിരിയാണി കൊടുക്കുന്നില്ല. അവരുടെ സ്വയം സന്നദ്ധരായി വന്നിരിക്കുന്ന സമരഭടന്മാരാണ്. ഇത്രമാത്രം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം നിൽക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം പ്രീതിയുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. സമത്വ മുന്നേറ്റ യാത്ര. എന്താ സമത്വ മുന്നേറ്റ യാത്രയെ പറ്റി അവർ പറഞ്ഞത്? നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് എന്റെ ചേട്ടൻ അങ്ങ് അവിടെ നിന്ന് നടത്തിയ ജാഥയുടെ ഫലമായിട്ടാണ് BDJS എന്ന പാർട്ടി ഉണ്ടാക്കി. ആ BDJSന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്റെ ചേട്ടൻ അറിയത്തില്ല. ആർക്ക്? വെള്ളാപ്പള്ളി നടേശൻ അറിയത്തില്ല. എന്നിട്ട് അവര് തന്നെ പറയുന്നു ചേട്ടൻ ഉണ്ടാക്കിയ പാർട്ടി. ആ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള പാർട്ടി ഉണ്ടാക്കി ആ മനുഷ്യൻ പിന്നീട് പറഞ്ഞത്, പല യോഗങ്ങളിലും പറയുന്നത്, ഈഴവർക്ക് അർഹതമായത് കിട്ടുന്നില്ല, ചോദിച്ചു വാങ്ങാൻ നമുക്ക് ശക്തിയില്ല, അർഹമായത് കിട്ടുന്നില്ല, ഗവൺമെന്റ് തരുന്നില്ല, കോളേജ് തരുന്നില്ല. എന്താ തരാത്തെന്ന് അവർ പത്രക്കാർ ചോദിക്കും, പറയും കോളേജ് തരുന്നില്ല, സ്കൂള് തരുന്നില്ല. അദ്ദേഹം ഈ 2 കാര്യം അറിയത്തുള്ളൂ. അപ്പൊ കോളേജും സ്കൂളും തരാത്ത കാര്യം ഞങ്ങളൊന്ന് അന്വേഷിച്ചു. നിയമനങ്ങൾ നടത്തണം. എടോ നടേശ, താൻ 96 മുതൽ ഈ കേരളത്തിലെ ശ്രീനാരായണ ട്രസ്റ്റിലും SNDP യോഗത്തിൽ നടത്തിയ
നിയമനങ്ങളുടെ ലിസ്റ്റ് ജാതി തിരിച്ച് എസ് എൻ കോളേജുകളുടെയും ഒന്ന് പ്രസിദ്ധീകരിക്കണം. 4 കാര്യം ഞങ്ങൾ ഇവിടെ ഇപ്പോ പറയാം. പാമ്പനാർ എസ് എൻ കോളേജ്, പാമ്പനാർ ശ്രീനാരായണ കോളേജ്, അവിടെ 4 അധ്യാപകർ, 2 നായർ 2 ഈഴവ, 50-50. ചെമ്പഴന്തി എസ് എൻ കോളേജ് അധ്യാപകരുടെ എണ്ണം 75, നായർ സമുദായത്തിൽപ്പെട്ട അധ്യാപകരുടെ എണ്ണം 35, മറ്റുള്ള സമുദായം 10, നമ്മ ഈഴവർ 35. സമത്വമാണല്ലോ നടേശ, ഇതാണോ സമത്വം? നീ ആർക്ക് വേണ്ടി നിൽക്കുന്നു നടേശ? നീ ആരെയാണ് കളിപ്പിക്കുന്നത്? NSSന്റെ ആസ്ഥാനത്ത് എന്ന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവർ ചോദിക്കും നിന്റെ ജാതി എന്താണ്? ഈഴവനാണെങ്കിൽ എന്റെ കുഞ്ഞെ അവർ മര്യാദയായിട്ടാ പറയുന്നേ. ഇത് സമുദായത്തിനുള്ള 50% മെറിറ്റ് സീറ്റുണ്ട്. നിങ്ങൾ മത്സരിച്ച് വന്നാൽ ചിലപ്പോൾ അതിനകത്ത് കിട്ടിയേക്കാം. പക്ഷെ 50% ഞങ്ങളുടെ സമുദായത്തിന്. പക്ഷെ അവര് തന്നെ അത് ചെയ്ത് 50 അല്ല 100% അവരുടെ ആളുകൾക്ക് അവിടെ പണം കൊടുക്കും. പണം കൊടുത്താൽ രസീത് കൊടുക്കും, സംഭാവനയാണ്. എന്നിട്ട് അവർക്ക് നിയമനം നടത്തും. വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ എന്റെ ഒരു അടുത്ത സുഹൃത്ത് NSSന്റെ ഒരു നേതാവ് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ പറഞ്ഞത് നിയമനം തരാം, ജാതി എന്തുവാ? നായരാണെങ്കിൽ 85. അപ്പൊ അയാൾ ചോദിച്ചു അപ്പൊ 75, 10 കൂടുതൽ കൊടുക്കണം. അപ്പൊ 75 വരുന്ന നായരും അല്ല 85 വരുന്ന നായരും 75 വരുന്ന ഈഴവനും വന്നാലോ 1 ലക്ഷം അധികം തന്നാൽ നിങ്ങൾക്ക് തരുന്നു. ലേലം. ഇതിന് രസീറ്റുണ്ട്. എവിടെ പൈസ കൊടുക്കേണ്ടെന്നേ? പൈസ കൊടുക്കുമ്പോ ഇവിടെ ഒരാൾ പറയും ആ പൈസ കൊടുത്താൽ മതി. അങ്ങനെ അയാൾ പോയി ആദ്യത്തെ ഗഡു കൊടുത്തു 25 ലക്ഷം രൂപ കൊടുത്തപ്പോൾ അദ്ദേഹം തന്നെ കഥ എന്നോട് പറഞ്ഞത്, എന്റെ പൊന്നു സാറേ, ഒരു ഹോളിൽ നിന്ന് ഒരു കൈ നീട്ടി വരും, ആ കൈയിലേക്ക് പൈസ വെച്ചു കൊടുക്കണം. അത് ആരുടെ കൈയാണെന്നോ ഇതിന് രസീതോ ഒന്നുമില്ല. പക്ഷേ സത്യസന്ധര കൊടുത്ത ആ ജോലി കിട്ടും. ആ കാര്യത്തിൽ ഒരു ഉറപ്പ്. കാരണം ഷാപ്പുകാരല്ലേ, ഷാപ്പിന് ഇവർ നെറിയുണ്ടല്ലോ. കറി കൊടുത്ത കറി തന്നെ കിട്ടുന്നു, കറി കൊടുത്ത കള്ളു കൊടുക്കണം. ആ നെറികേടിന്റെ പര്യായമായ വെള്ളാപ്പള്ളി നടേശൻ കൊല്ലം ശ്രീനാരായണ കോളേജിലെ അധ്യാപകർ എത്ര ഈഴവരുണ്ടെന്ന് പറയട്ടെ. താൻ 96 മുതൽ നിയമിച്ച അധ്യാപകരുടെ ലിസ്റ്റ് എടുത്തപ്പോ 55% ആളുകളും മുന്നോക്ക സമുദായക്കാരാണ്. 50% ആളുകളും മുന്നോക്കക്കാരാണ്. എന്തിനേറെ പറയുന്നു, ഞാൻ മെനഞ്ഞാന്ന് ഈ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എനിക്കൊരു കത്ത് കിട്ടുന്നു. ഞാൻ എന്റെ ഓഫീസിൽ പോകുന്നു. ഊമക്കത്താണ് എനിക്ക് കിട്ടി. എന്താണ് ഊമക്കത്ത്? എന്നെ ദ്രോഹിക്കുന്നതല്ല. എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ എന്റെ പൊന്ന് സാറേ ഒരു വിവരം അറിയിപ്പിക്കാനാണ് വിളിക്കുന്നത്, എഴുതുന്നത്. ഞാൻ അടുത്ത് കാണിച്ചാൽ പ്രസിദ്ധീകരിക്കാം. കൊല്ലം ശ്രീനാരായണ ട്രസ്റ്റിന്റെ അമരത്തിരിക്കുന്നത് നിഷാത്തറയിൽ എന്ന് പറയുന്ന മുന്നോക്ക ക്രിസ്ത്യാനിയാണ് ശ്രീനാരായണ ട്രസ്റ്റ് എന്ന് ഭരിക്കുന്നത്. നിഷാത്തറയിൽ എന്ന് പറയുന്ന മുന്നോക്ക ക്രിസ്ത്യാനി ശ്രീനാരായണ ട്രസ്റ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഭരിക്കുന്നു. 1952 പിന്നോക്ക സമുദായക്കാർക്ക് പഠിക്കുവാൻ നിർവാഹമില്ലാതിരുന്ന കാലഘട്ടത്തിൽ, ഉന്നത വിദ്യാഭ്യാസം അപ്രാപ്യമായ കാലഘട്ടത്തിൽ മഹാനായ ആർ ശങ്കർ പടുത്തുയർത്തിയ ശ്രീനാരായണ ട്രസ്റ്റ് 14 കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടാക്കിയ ആ ശ്രീനാരായണ ട്രസ്റ്റിന്റെ ഇന്നത്തെ ഭരണം മുന്നോക്ക ക്രിസ്ത്യാനി നടത്തുന്നു എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന് അതിശയം കാണില്ല. പക്ഷേ ഈ സമുദായം തിരിച്ചറിഞ്ഞു എന്നിട്ട് തന്റെ വഞ്ചന. ഹിന്ദുക്കളുടെ പേര് പറയുന്നല്ലോ BJP. നിങ്ങളൊന്ന് അന്വേഷിക്ക്. BJPയുടെ നേതാക്കന്മാരൊന്ന് അന്വേഷിക്കണം, നിങ്ങൾ ആർക്ക് വേണ്ടി നിൽക്കുന്നുവെന്ന്. ഈ കള്ളനായ നടേശന് വേണ്ടി നിൽക്കുന്ന നിങ്ങൾ അന്വേഷിക്കണം. എന്നിട്ട് അടുത്ത വാചകം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, സാർ ഇവിടുത്തെ അധ്യാപകർക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ നിഷാത്തറയിൽ കൈക്കൂലി കൊടുക്കണം. എന്നിട്ട് അവര് പറയും വെള്ളാപ്പള്ളി പറഞ്ഞത് 2 ലക്ഷമാ, ഞാൻ പിന്നെ പറഞ്ഞിട്ടത് 1 ലക്ഷം ആക്കിയതാ. അത് എഴുതിയിട്ടില്ലല്ലോ. ജോലി കിട്ടിയവന് പ്രൊമോഷൻ എന്താ? അസിസ്റ്റന്റ് പ്രൊഫസറെ പ്രൊഫസറാക്കുന്ന പ്രൊമോഷൻ ഒരു
സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ട്, അത് ചെയ്യുന്നതിനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അടുത്ത വാചകം, അവരുടെ മകനെയോ മകളെയോ ആകെ കൂടി ശ്രീനാരായണ പ്രസ്ഥാനത്തിലുള്ളവർക്ക് എഞ്ചിനീയറിംഗ് പാസ്സായ നിങ്ങളുടെ മക്കൾക്ക് ഒരു തൊഴിൽ കിട്ടാനുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് പോളിടെക്നിക് കുട്ടിയാണ്. ആ കുട്ടിയം പോളിടെക്നിക്കിലേക്ക് ഒഴിവ് വരുന്ന ആ സ്ഥാനത്തേക്ക് നിയമനം നടത്തുവാൻ ഈ പറയുന്ന നിശാത്രയിലെ മോളെ നിയമിക്കാൻ പോകുന്നു. ഇവിടെ ഇരിക്കുന്നല്ലോ ഈഴവര് പാവപ്പെട്ട ആളുകൾ. ശ്രീ വി മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ 400 കോടി രൂപ ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാൻ കേന്ദ്രം കൊടുക്കുന്നു. ശ്രീ വി മുരളീധരനോട് ഞങ്ങൾ ചോദിക്കുന്നു, ഈ മുരളീധരൻ അന്വേഷിക്കണം. ഈ 400 കോടി രൂപയിൽ 28% അർഹതയുണ്ട് ഈഴവ സമുദായത്തിന്. ആ ഈഴവ സമുദായത്തിന് അർഹതപ്പെട്ട 28% ഞങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത വി മുരളീധരൻ. ആ വി മുരളീധരൻ പറയണം, ഒരു നയാ പൈസ, ഒരു രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കാരണക്കാരനാര്? വെള്ളാപ്പള്ളി നടേശൻ. കാരണം SNDP യോഗം കരിമ്പട്ടിയിൽപ്പെടുത്തിയിരിക്കുന്നു. കരിമ്പട്ടിയിൽപ്പെട്ട SNDP യോഗത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാതെ ഒരു കാരണവശാലും 10 പൈസ കിട്ടില്ല. ആ സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത്. അപ്പോ ഇവിടുത്തെ മുന്നണികളും സ്ഥാനാർത്ഥികളും ഈഴവ പ്രേമം പറയുമ്പോ ആ തരത്തിലേക്ക് ഈ സമുദായത്തിന്റെ അംഗങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരേണ്ട ഗവൺമെന്റുകൾ എന്തുകൊണ്ട് ആനുകൂല്യങ്ങൾ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനാൽ ഈ സമുദായത്തിനെ നിഷേധിക്കുന്നു? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായം ഇന്ന് അനുഭവിക്കുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ മറികടക്കുവാൻ ഈ സമുദായം ഇന്ന് തയ്യാറാണ്.